ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തേക്കുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,873 54 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 49,746 84 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 32,782 208 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,819, ഇന്നത്തെ ഓപ്പണിംഗ് 14,875. ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 14,984 ഓൺലി. ഡേ ലോ വാസ് 14,821. 54 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,873 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്നൊരു സ്മോൾ ബോഡി ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ന് സ്റ്റോക്കിനെ അപ്ലിഫ്റ്റ് ചെയ്ത സ്റ്റോക്സുകൾ, ഇൻഡെക്സിനെ അപ്ലിഫ്റ്റ് ചെയ്ത സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ, TCS, ടൈറ്റൻ കമ്പനി, ശ്രീ സിമൻസ്, HDFC, റിലയൻസ്. ആൻഡ് കുറച്ച് ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകൾ. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. Bank Nifty previous closing was 32,991. Today's opening 33,154. കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് അപ്പോട്ട് കൂടിയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 33,306. ഡേ ലോ വാസ് 32,704. 208 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 32,782 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു സ്മോൾ ബോഡി ബാരിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഓൺലി 2 സ്റ്റോക്സുകൾ മാത്രമാണ്, വിച്ച് ഈസ് ബന്ധൻ ബാങ്ക് ആൻഡ് AU സ്മോൾ ഫിനാൻസ്. ഓക്കെ, ആ ഒരു സെക്ടർ. ബാക്കി എല്ലാവരും റെഡിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇന്ന് എക്സ്പയറി ആയിരുന്നു ആൻഡ് ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. ഈവൻ ദോ സ്റ്റോക്സുകളെല്ലാം ഒരു ഹയർ നല്ലൊരു ഒരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ് ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്തിട്ടുള്ളത്. വിത്ത് ബാക്കപ്പ് ഓഫ് IT, മെറ്റൽ സെക്ടർ, അതുപോലെ FMCG, ഇവരെല്ലാവരും നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആക്ച്വലി ഞാൻ നേരത്തെ സ്മോൾ ബോഡി ക്യാൻഡിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ദാറ്റ് ഈസ് ഡോജി പാറ്റേൺ ആണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ. ഓക്കെ, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഒരു ഇൻഡിസീവ്സ്നെസ്. ഓക്കെ, ആൻഡ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 15,050. എന്നാൽ മാത്രമാണ് അടുത്തൊരു 15,250 ആ ഒരു സോണിലേക്കുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതർവൈസ് അഥവാ ഒരു 14,940 ആൻഡ് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് മെയിനായിട്ട് കാണുന്നത്. അതേസമയം 14,850 ഓക്കെ സ്ലിപ്പ് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ഒരു 14,650 ലെവൽസിലേക്ക് നിഫ്റ്റിയെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഇന്ത്യ വിക്സ് ഇന്ന് മൂവ്ഡ് അപ്പ് മാർജിനലി ബൈ 0.31%. ജസ്റ്റ് ഒരു പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇനി ബാങ്ക് നിഫ്റ്റി അഗെയിൻ സെയിം സ്റ്റോറി റിപ്പീറ്റ്സ്. അതായത് ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 33,000. ഓക്കെ, ആൻഡ് ഒരു ഫസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് കാണാൻ കഴിയുന്നത് 32,500 നെക്സ്റ്റ് ലെവൽ ഈസ് 32,000. അതേസമയം റെസിസ്റ്റൻസ് 33,500 ആൻഡ് നെക്സ്റ്റ് ഈസ് 34,000. ഇന്ന് സ്റ്റോക്സിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിഞ്ഞ കുറച്ച് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ JSW സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ, സെയിൽ, ടാറ്റ സ്റ്റീൽ, അംബുജ സിമെൻറ്റ്സ്, ACC, അൾട്രാടെക് സിമെൻറ്റ്, ഹിൻഡാൽകോ, റാംകോ സിമെൻറ്റ്, NMDC, ടൈറ്റൻ, മൈൻഡ് ട്രീ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, മരിക്കോ, ഡാബർ, റിലയൻസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ടായിരുന്നു. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതേസമയം ഇറ്റ്സ് ഒരു പ്ലഞ്ച് മോഡിലേക്ക് അത് പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടായി. സോ സ്റ്റോക്ക് ഡ്രാഗ് ടു ബിലോ 2,000 ലെവൽസ്. ആൻഡ് ഇന്നത്തെ വീക്ക്നെസ് കാണാൻ കഴിഞ്ഞ മെയിൻ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ അമർ രാജ ബാറ്ററീസ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, കനറ ബാങ്ക്, പവർ ഗ്രിഡ്സ്, HDFC ബാങ്ക്, TVS മോട്ടേഴ്സ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ്.
FIs ആൻഡ് DIs ഡാറ്റ. ഫ്രണ്ട്സ് അഗെയിൻ FIസിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു പർച്ചേസിംഗ് ഒന്നും നടന്നിട്ടില്ല, ജസ്റ്റ് 110 crores ഉണ്ട്. അതേസമയം ഇന്നും DIസിൻ്റെ ഭാഗത്തു നിന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പർച്ചേസിംഗ് നടന്നിട്ടുണ്ട്, വിച്ച് ഈസ് 552 crores ഉണ്ട്. FIസിൻ്റെ അവിടെ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തത് ശരിക്കും മാർക്കറ്റിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതർവൈസ് വി കുഡ് ഹാവ് ക്രോസ് ഇന്ന് തന്നെ ഒരു 15,000 ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് പോയാണ്. ഡെഫിനറ്റ്ലി നാളെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് നമ്മൾ ഓപ്പൺ ആവുകയാണെങ്കിൽ ആ 15,000 എന്നുള്ള മേജർ ഹർഡൽ അത് സർപ്പാസ് ചെയ്യാൻ പറ്റും. ലെറ്റ് സി, ഹോപ്പ് ഫോർ ബെസ്റ്റ്. ആൻഡ് ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ്, മെറ്റൽ സെക്ടർ എന്തായാലും വാച്ച് ചെയ്തോളൂ. ഓക്കെ, ലൈക്ക് ടാറ്റ സ്റ്റീൽ, JSW, ജിൻഡാൽ സ്റ്റീൽ, സെയിൽ. ഓക്കെ, ഇവരെല്ലാം ശരിക്കും ഒന്ന് വാച്ച് ചെയ്തോളൂ. മേ ബി യു വിൽ ഗെറ്റ് ചാൻസ് ആ റാലിയിൽ പങ്കെടുക്കാനുള്ളത്, അതല്ലെങ്കിൽ ഷോർട്ടിനുള്ള ചാൻസും നിങ്ങൾക്ക് കിട്ടാം. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് റിലയൻസ്. അഗെയിൻ ഇറ്റ്സ് ഓൾവേസ് ഇൻ മൈ ലിസ്റ്റ്. അതുപോലെ തന്നെ HDFC ബാങ്ക്. ഓക്കെ, ഇതിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. ശരിക്കും അവരുടെ മൂവ്മെൻറ്റ് മാത്രം മനസ്സിലാക്കിയിട്ട് ഇതിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് മണി ഈസിലി. ഓക്കെ, ഒരു 10 സ്റ്റോക്കിൽ പോകുന്നതിനെക്കാട്ടും ഭേദം കറക്റ്റായിട്ടൊരു സ്റ്റോക്കോ 2 സ്റ്റോക്കോ 3 സ്റ്റോക്കോ നിങ്ങളുടെ വാച്ച് ലീസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഏറെക്കുറെ പിടികിട്ടും. സോ ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ് എവറി ഡേ റിലയൻസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലയൻസ് അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. റിലയൻസ്, ബജാജ് ഫിനാൻസ്, വാട്ട് യു കോൾ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, കൊട്ടക് ബാങ്ക്. നമുക്ക് ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ്സ് നമ്മൾ ഒരു തറവായിട്ട്, അതായത് ഒരു 6 months ഡെയിലി വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് അവരുടെ ഒരു മൂവ്മെൻറ്റ്സ് പഠിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിലും പിന്നെ അത് ഈസി ആയിട്ട് ജസ്റ്റ് വിതിൻ സെക്കൻഡ്സിൽ നമുക്ക് പിടികിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടൈറ്റൻ, ബ്രിട്ടാനിയ, മാരിക്കോ, ഡാബർ. ബിക്കോസ് ഇതെല്ലാം FMCG. ഓക്കെ, എക്സെപ്റ്റ് ടൈറ്റൻ. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ശരിക്കും പറഞ്ഞാൽ FMCG പ്രൊഡക്ട്സുകളുടെ കമ്പനീസാണ്. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ടൈമിൽ ഏറ്റവും കൂടുതൽ ഒരു മൂവ്മെൻറ്റുള്ള സ്റ്റോക്സുകൾ FMCG ആയിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് വിറ്റ് പോകുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു മൂവ്മെൻറ്റുള്ള സ്റ്റോക്സുകൾ അതാണ്. തീർച്ചയായിട്ടും ടെലികോം സെക്ടറും അവിടെ ശരിക്കും റോസ് ചെയ്യാറുണ്ട്. അതായത് ഭാരതി എയർടെൽ, ജിയോ, ഓക്കെ, റിലയൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളും ആ ഒരു ലോക്ക്ഡൗൺ കാലത്ത്. ബിക്കോസ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ലോക്ക്ഡൗൺ അല്ല, എന്നാൽ പോലും ഇനിയും ഒരുപക്ഷെ കേരളം ലോക്ക്ഡൗണിലേക്ക് പോകാം. മഹാരാഷ്ട്ര ഓൾറെഡി, വേറെ കുറച്ച് സ്റ്റേറ്റുകളും വെരി സൂൺ ഇറ്റ്സ് ഗോയിങ് ടു ലോക്ക്ഡൗണിലേക്ക്, ഒരു പാർഷ്യലി ലോക്ക്ഡൗണിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സോ കീപ്പ് ഓൺ ഐ ദോസ് സ്റ്റോക്സ്. ആൻഡ് സിമെൻറ്റ് സെക്ടർ. ഓക്കെ, അംബുജ സിമെൻറ്റ്, റാംകോ സിമെൻറ്റ് ആൻഡ് അൾട്രാ സിമെൻറ്റ്. ഇതെല്ലാം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. ആൻഡ് നാളെ ഫ്രൈഡേ ആണ്, ലോങ് പൊസിഷനിന് പോകേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത് ബിക്കോസ് ഓഫ് കോവിഡ്. അതർവൈസ് യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ മാർക്കറ്റ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്, ഒരു 80% പോസിറ്റീവ് മോഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് US മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരും നല്ലൊരു ഗ്രീൻ മോഡിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ഫ്രണ്ട്, ഓപ്ഷൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഇറ്റ് ഷോസ് ഒരു ട്രേഡിംഗ് റേഞ്ച് 14,500 to 15,200 ലെവൽസാണ് കാണുന്നത്. ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ചാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാക്സിമം 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 15,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 16,000 സ്ട്രൈക്സിലുമാകും. കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,200-ലും. ആൻഡ് പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 14,900-ലും. സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 സ്ട്രൈക്കിലുമാകുന്നു. എനിവേ 15,000 ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ ഹർഡൽ തന്നെയാണ്. സോ അത് സർപ്പാസ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് പെയിൻ സംഭവിക്കും. ഓക്കെ, നാളെ സോ നാളെ നല്ലൊരു ഷോർട്ട് കവറിങ് കാണാൻ കഴിയും. ബിക്കോസ് ഓഫ് ദാറ്റ് മാർക്കറ്റ് ക്യാൻ മൂവ് അപ്സൈഡ് വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കരുതിയിരിക്കാം. ഇത്രമാത്രം ഫ്രണ്ട്സ്. ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. മൈ വ്യൂ മൈ ഗെറ്റ് റോങ്. ഡു യുവർ ഓൺ സ്റ്റഡി
or consult a financial advisor before you take any position in the market. And don't forget to subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.